തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് തെന്നിന്ത്യൻ നടി ഗൗതമി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടു. തെന്നിന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ ഒരു കാലത്ത് വളരെയധികം തിളങ്ങി നിന്ന ഒരു നടിയാണ് ഗൗതമി. ക്രിസ്തുവിനെ ആസ്പദമാക്കിയുള്ള ദേമായുധു എന്ന തെലുങ്ക് ചിത്രത്തിലാണ് ഗൗതമി ആദ്യമായി അഭിനയിച്ചത്. തമിഴിൽ ഗുരുശിഷ്യൻ എന്ന ചിത്രത്തിൽ രജനീകാന്തിനൊപ്പം അഭിനയിച്ചു. തേവർ മകൻ എന്ന ചിത്രത്തിലെ അഭിനയം ചലച്ചിത്ര പ്രേക്ഷകർക്കിടയിൽ വളരെ ശ്രദ്ധേയമായ ഒരു പദവി ഗൗതമിക്ക് നേടിക്കൊടുത്തു. അതുപോലെ 97-ൽ മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ എന്ന ചിത്രത്തിൽ മോഹൻലാൽ, ഐശ്വര്യ റായ്, തബു എന്നിവരോടൊപ്പം അഭിനയിച്ചതും അവരുടെ ഒരു ശ്രദ്ധേയ കഥാപാത്രമായിരുന്നു. കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിലും ഗൗതമി അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാൽ നായകനായി അഭിനയിച്ച ഹിസ്കൈനസ് അബ്ദുള്ള, അതിലെ ഗൗതമിയുടെ വേഷം മലയാളികൾക്കിടയിൽ ഏറെ പ്രശസ്തി നേടിക്കൊടുത്തു. ധ്രുവം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായകനായും ചുക്കാൻ എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ നായകനായും അവർ അഭിനയിച്ചു. വിദ്യാരംഭം, ഹിസ്കൈനസ് അബ്ദുള്ള, ഡാഡി, അയലത്തെ അദ്ദേഹം, ആഗ്നേയം, ജാക്ക്പോട്ട്, ധ്രുവം, ചുക്കാൻ, സുഹൃതം, സാക്ഷ്യം, വാചാലം, ഇങ്ങനെ ഗൗതമിയുടെ സിനിമകൾ വളരെയധികം മലയാളികൾക്കിടയിൽ ഗൗതമിയുടെ സ്ഥാനം ഉറപ്പിച്ച സിനിമകളാണ്. 1998 ജൂൺ 7 സന്ദീപ് ഭാട്ടിയയെ വിവാഹം കഴിച്ചുവെങ്കിലും ഒരു വർഷത്തിനകം അവർ വേർപിരിഞ്ഞു. 2005 കമലഹാസനൊപ്പം ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് ആരംഭിച്ചെങ്കിലും പിന്നീട് രണ്ടുപേരും വേർപിരിഞ്ഞിരുന്നു. ഇപ്പോൾ ഗൗതമി മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയിൽ വരാൻ കാരണം, ശ്രദ്ധിക്കപ്പെടാൻ കാരണം തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് ഗൗതമി. സ്വത്തുതർക്കവുമായി ബന്ധപ്പെട്ടാണ് പല വ്യക്തികളിൽ നിന്നായി ഭീഷണി വരുന്നതെന്ന് അവർ പരാതിയിൽ പറയുന്നു. മുൻപ് നീലങ്കരയിൽ തനിക്കുള്ള 9 കോടി രൂപ വില വരുന്ന വസ്തു അഴകപ്പൻ എന്നയാൾ കൈവശപ്പെടുത്തിയെന്ന് ആരോപിച്ച് ഗൗതമി പരാതി നൽകിയിരുന്നു. കോടതി ഉത്തരവിനെ തുടർന്ന് വസ്തു മുദ്ര വച്ചിരിക്കുകയാണ്. ഇവിടത്തെ അനധികൃത നിർമ്മിതികൾ പൊളിച്ചു കളയുന്നതിനായി ചില ഉദ്യോഗസ്ഥർ കൈക്കൂലി ചോദിക്കുന്നുണ്ടെന്നും ചില അഭിഭാഷകർ ഭീഷണി മുഴക്കുന്നുണ്ടെന്നും ഇപ്പോൾ ഗൗതമി പറയുന്നു. ചിലർ പ്രതിഷേധ പ്രകടനത്തിന് പദ്ധതിയിടുന്നുണ്ടെന്നും അറിഞ്ഞു. അത് തന്നെ അപായപ്പെടുത്താനുള്ള പദ്ധതിയുടെ ഭാഗമായി സംശയിക്കുകയാണെന്നും അവർ പരാതിയിൽ പറയുന്നു. മുൻപ് BJP പ്രവർത്തകയായിരുന്ന ഗൗതമി തൻ്റെ സ്വത്ത് തട്ടിയെടുത്തയാളെ പാർട്ടി നേതൃത്വം സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ച് പാർട്ടി വിടുകയും അണ്ണാ-DMKയിൽ ചേരുകയും ചെയ്തിരുന്നു. അവർ മുൻപ് പല സംസ്ഥാനത്തും BJPക്ക് വേണ്ടി പ്രചരണത്തിനും ഇറങ്ങിയിരുന്നു.